ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോയ വെച്ചിട്ടൊരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ സോയ ഇടുന്നുണ്ട്, കുമ്പളങ്ങ ഇടുന്നുണ്ട്, ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് സോയ എടുത്ത് നല്ലോണം കഴുകി ചൂടുവെള്ളത്തിലിട്ട് കുക്ക് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് കുക്ക് ചെയ്തതിന് ശേഷം പിന്നെയും തണുത്ത വെള്ളത്തിലിട്ട് നല്ലോണം സ്ക്യൂസ് ചെയ്തെടുത്തിട്ട് വെച്ചിരിക്കുന്നതാണ് 1 കപ്പ്. പിന്നെ ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഒരെണ്ണം അല്ലെങ്കിൽ 2 എടുക്കാം. അത് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. കുമ്പളങ്ങ ഒരു ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സവാള, ഒരു വലിയ സവാളയാണെങ്കിൽ 1 മതി, മീഡിയം സൈസ് ആണെങ്കിൽ 2 വേണം. തക്കാളി കുറച്ചെടുത്തിട്ടുണ്ട്, ഇഞ്ചി കുറച്ചെടുത്തിട്ടുണ്ട്, അതായത് ജിഞ്ചർ, ഗാർലിക്ക് കുറച്ചെടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഒരു 2 സ്ലൈസ് ചെയ്ത് ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. പിന്നെ നമുക്ക് പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി. ഞാൻ മുളക് പൊടി വന്നിട്ട് 1 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. പിന്നെ മല്ലിപ്പൊടി വന്നിട്ട് ഒരു 1.5 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. മസാലപ്പൊടി, ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല, അത് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം. അത് 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക്, അത് 1 ടീസ്പൂൺ എടുക്കുക. 1/4 ടീസ്പൂൺ എടുത്താലും മതി. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച ഗാർലിക്ക്, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, ജിഞ്ചർ, ഇഞ്ചി ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടു. ഇത് നല്ലോണം ജസ്റ്റ് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് സവാളയും കറിവേപ്പിലയും കൂടി ഇടാം. സവാളയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് നമ്മൾ ഇത് ഒന്നുകൂടെ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലിട്ട് നല്ലോണം നമുക്ക് ഇത് ഫ്രൈ ചെയ്ത്, തക്കാളിയെല്ലാം നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിട്ട് നല്ലോണം നമുക്ക് ആ പച്ചമണം പോകുന്ന വരെ നല്ലോണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് എടുത്ത് കഴുകി വെച്ചിരുന്ന കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനി കുക്ക് ചെയ്ത് എടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച്, അതായത് കുറച്ച് ചൂടുവെള്ളം അല്ലെങ്കിൽ ചൂട് ആക്കി വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. നല്ലോണം മസാലയൊക്കെ വരുന്നവർ ഒരു 2 മിനിറ്റ്സ് ഒന്ന് നല്ല നമുക്കിതിങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ സോയ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് മാത്രമേ കുക്ക് ചെയ്യാത്തത്. നല്ലോണം ഇത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇത് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും മസാലയിലിരുന്ന് നല്ലോണം വെന്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ്സ് എടുത്ത് ഇത് കുക്കാവാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ഇതിലേക്ക് ആഡ് ചെയ്യണം. നമ്മൾ സോയ ആഡ് ചെയ്യണം. സോയ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ ഇതിലേക്ക് നല്ലോണം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ്, സോയ ഈ കറിയിൽ. ഇനി കുറച്ച് ഒരു 5 മിനിറ്റ്സോളം നല്ലോണം ഇത് കുക്ക് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക്
കുറച്ച് മല്ലിയില ആഡ് ചെയ്യുകയാണ്. ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇതിൽ കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം നമുക്ക് നമ്മുടെ സോയയും കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും നല്ല മസാലയിലിരുന്ന് നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിവിടെ ഒരു അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്, അത് ചേർക്കാം. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നല്ലോണം മിക്സ് ചെയ്യാം. ഒരു മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. 1 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ സോയാബീൻ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും ഇട്ടിട്ടുള്ള മസാലക്കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഗ്രേവിയുടെ ഇതിലാണ് ഉള്ളത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. കമൻസൊക്കെ തരിക. താങ്ക് യു ഫ്രണ്ട്സ്.